നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമാണ്. ആസാമിലെയും അതുപോലെ അരുണാചൽ പ്രദേശിലെയും മണിപ്പൂരിലെയും സിക്കിമിലെയും ഒക്കെ മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. സിക്കിമിലേക്കുള്ള റോഡെല്ലാം മണ്ണിടിച്ചിൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. തീസ്താ നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ ആ ദൃശ്യങ്ങളൊക്കെ വാർത്തയിൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ഭാരതയാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തിയിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ യുദ്ധവും കാശ്മീരിലേക്കുള്ള യാത്ര ക്ലോസ് ചെയ്യലും ഒക്കെ നടന്നു. അന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഇന്നിപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഓരോന്ന് നമ്മൾ ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതപ്പം ചെയ്തോണം. ഒന്നും നാളേക്ക് നീട്ടിവെക്കരുത്. കാരണം നാളെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ തന്നെ നാളെ ഉണ്ടാവുമെന്നറിയില്ല. അതുകൊണ്ട് ചെയ്യാൻ ഉറപ്പിച്ചത് ഇന്ന് ഇപ്പം ചെയ്തു തീർക്കുക. അന്ന് ആ യാത്രയ്ക്ക് പദ്ധതി ഇടുമ്പോൾ അത് മുടക്കാനും അതുപോലെ തന്നെ അത് മുടങ്ങിപ്പോവാനും പലരും ഉണ്ടായിരുന്നു, പല കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നോട്ടില്ല എന്നും ഉറപ്പിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അത് നടന്നു, നന്നായി നടന്നു. അതുകൊണ്ട് വീണ്ടും പറയാണ്, നമ്മളൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനെ പിന്നിലേക്ക് പിടിച്ചു വലിക്കാൻ പലരും ഉണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ടങ്ങ് നടക്കുക. അപ്പോൾ കാര്യം നടക്കും.